വിവാദമായ കട്ടിംഗ് സൗത്ത് ആശയം പോപ്പുലർ ഫ്രണ്ടിന്റേത്. NDFന്റെ സ്ഥാപകരിൽ ഒരാളായ പി കോയ തുടങ്ങിവെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് കട്ടിംഗ് സൗത്തായി പരിണമിച്ചത്. നിരവധി PFI ഭീകരർ കട്ടിംഗ് സൗത്ത് ആശയം നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, രാജ്യത്തെ വിഘടനവാദികളുടെ വ്യക്തമായ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PFI ഭീകരർ തുടങ്ങിവെച്ച ഒരാശയം തന്നെയാണ്. NDFന്റെ സ്ഥാപകരിൽ ഒരാളായ പി കോയയാണ് ഇത് തുടങ്ങി വെക്കുന്നത്. അന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നായിരുന്നു. പിന്നീട് ഈ ആശയം BJP ഫ്രീ സൗത്ത് ഇന്ത്യ എന്നും കട്ടിംഗ് സൗത്ത് എന്നും ആക്കാനാണ് വിഘടനവാദികൾ ശ്രമിച്ചത്. വിശദാംശങ്ങൾ. രോഹിണി സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയത്തിന്റെ രൂപീകരണം നടത്തിയത് ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള NDFും അതിനുശേഷം അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമൊക്കെയാണ്. കട്ടിംഗ് സൗത്ത് എന്ന ത്തിന്റെ സ്ഥാപകനായി പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊടും ഭീകരനായിട്ടുള്ള പി കോയയാണ്. ഇയാൾ സിമിയിലൂടെ പ്രവർത്തനം ആരംഭിച്ച സിമി നമുക്കറിയാം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1977 ഉത്തർപ്രദേശിലെ അലിഗഡിൽ രൂപീകൃതമായ കൊടും ഭീകരവാദ സംഘടനയാണ് സിമി. അതിനെ പിന്നീട് 2001 AB വാജ്പേയി സർക്കാർ നിരോധിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സിമിയുടെ സജീവ സാന്നിധ്യമായിരുന്നു പി കോയ. ആ പി കോയയാണ് പിന്നീട് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന നിലയിൽ നാദാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യം പ്രവർത്തനം തുടങ്ങിയ നാദാപുരം ഡെവലപ്മെന്റ് ഫ്രണ്ട് അത് പിന്നീട് NDF പിന്നീട് അത് കേരളത്തിൽ ആകെ വ്യാപിക്കുകയും കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് NDF ആണ്. മാറാട് കലാപത്തിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് NDF ആയിരുന്നു. ആ NDFന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഈ പി കോയ. ഇയാളാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ച് തുടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇതിന് നൽകിയിരുന്ന പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നതായിരുന്നു. അതായത് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും തെലങ്കാനയും മഹാരാഷ്ട്രയുടെ ഒരു ചെറിയ ഭാഗത്തെയും അടർത്തി മാറ്റിക്കൊണ്ട് മറ്റൊരു രാജ്യം രൂപീകരിക്കുക. ആ രാജ്യത്ത് നിന്നുകൊണ്ട് പിന്നീട് ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്ത് അങ്ങനെ 2047 ആകുമ്പോൾ ഇന്നത്തെ മുഴുവൻ ഭാരതത്തെയും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാക്കി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതായിരുന്നു NDFന്റെയും പിന്നീട് അതിൻ്റെ മുഖമായി മാറിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും ഒക്കെ ലക്ഷ്യം വന്നത്. അതിനാൽ ഒരു 2017-18 കാലമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ നാട്ടിലുള്ള പല PFI ഭീകരന്മാരും അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് FBയിലും അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്ത് ഉള്ള ഓർക്കുട്ട് പോലുള്ള സംവിധാനങ്ങളിലൊക്കെ ആകാം അത്തരത്തിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നിടത്തെല്ലാം ഇവർ ഇത്തരത്തിൽ. ശരി ഗൗതം, എന്തായാലും ഇത് വിഘടനവാദ പ്രചാരണത്തിന്റെ ആശയം തന്നെയാണ്. ഇതിന്റെ ഉത്ഭവവും എവിടെ നിന്ന് വ്യക്തമാകുന്നതിലൂടെ ഈ ആശയം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ എന്താണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതും തെളിയുകയാണ്. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ PFIയും അതോടൊപ്പം തന്നെ ഭീകര സംഘടനകളുമാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന ആശയത്തിന് പിന്നിലെന്ന് നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം വിദേശകാര്യ മന്ത്രാലയം RTA മുഖാന്തരം നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയിൽ കൃത്യമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കനേഡിയൻ ഡോളറുകൾ അതായത് $4000 വന്നതിൽ ഒരു തരത്തിലും അനുമതി തങ്ങൾ നൽകിയിട്ടില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ അനുമതി തേടിയിട്ടില്ല എന്ന കാര്യം കൂടി ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കറിയാം കാനഡ പോലുള്ള രാജ്യം അടുത്ത കാലത്ത് ഭാരതവുമായി നയതന്ത്രപരമായി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഖാലിസ്ഥാൻ ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്നുവെന്ന് ഭാരതം തെളിവുകൾ നിരത്തിക്കൊണ്ട് ആരോപിക്കുന്നു. ഇവിടെ നിന്നും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ നിന്നും കാനഡയിലേക്ക് എത്തി പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഭാരതത്തെ വിഭജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ കാനഡയിലുണ്ട്. അത്തരം ഖാലിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാർ കൈക്കൊള്ളുന്നു എന്ന വിമർശനം ഇന്ത്യയുടെ ഭാഗത്ത് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ്
ഈ കട്ടിംഗ് സൗത്ത് പോലെ, അതായത് നമ്മുടെ രാജ്യത്ത് വിഭജനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു പരിപാടിക്ക് കാനഡയുടെ ഫണ്ട് വന്നു എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ ആദ്യഘട്ടത്തിൽ വരുന്നു. അതിന് പിന്നാലെ കട്ടിംഗ് സൗത്തിൽ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം ഈ ആശയം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സൂചിപ്പിച്ചത് ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതിൻ്റെ ഫണ്ട് കാനഡയിൽ നിന്നും വന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിൽ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ള വിശദീകരണമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം FCRA നിയമം അനുസരിച്ച് നമുക്കറിയാം ഈ ഫണ്ട് വരുമ്പോൾ കൃത്യമായി തന്നെ അതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നത് മാത്രമല്ല, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ വിദേശ ഫണ്ടുകൾ സ്വരൂപിക്കാൻ കഴിയത്തില്ല. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനായി വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചു, അത് വിദേശകാര്യ മന്ത്രാലയത്തോട് മറച്ചു പിടിച്ചു എന്നത് ഒരു വിഷയം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭീകര സ്വഭാവമുള്ള സംഘടനകളാണ് ഇത്തരത്തിൽ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത്. ആ ആശയത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കോൺക്ലേവ് 2023 മാർച്ച് മാസത്തിൽ കൊച്ചിയിൽ നടന്നത്. സ്വാഭാവികമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഓൺലൈൻ മുഖാന്തരം ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഭീകര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് പല ആളുകളും അതിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പ്രത്യേകിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ ആ പൊതുപരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ, ഗോവ രാജ്ഭവൻ തന്നെ പിന്നീട് ഇതിൽ പങ്കെടുക്കില്ല എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. മാത്രമല്ല, ഇതിനൊരു ദേശവിരുദ്ധ സ്വഭാവമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണവും രാജ്ഭവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് PS ശ്രീധരൻപിള്ള ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളോട് സഹകരിക്കാതിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ദേശീയ സംഘടനകളും അതോടൊപ്പം തന്നെ രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന പൊതുസമൂഹവും ഈ പരിപാടിയെ ഒരു രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള പരിപാടിയായി കണ്ടിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഒപ്പം അർബൻ നക്സൽ മെന്റാലിറ്റി ഉള്ള പല മാധ്യമ പ്രവർത്തകരുടെയും സാന്നിധ്യവും ഈ കട്ടിംഗ് സൗത്തുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ നമുക്ക് കാണാമായിരുന്നു. അതാണ് പിന്നീട് ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.